അങ്ങനെ ഒരു വിഷു കൂടി കഴിഞ്ഞു. മലയാളിക്ക് വിഷു എന്നാൽ കണിക്കൊന്നയും വിഷുക്കണിയും പടക്കം പൊട്ടിക്കലും വിഷുസദ്യയും വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിനപ്പുറം പ്രപഞ്ചത്തിലെ കൃത്യതയാർന്ന ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് വിഷു എന്ന് നിങ്ങൾക്കറിയാമോ? തുല്യം എന്നർത്ഥമുള്ള വിഷുവം അഥവാ ഇക്വിനോക്സ് എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന പേരുണ്ടായത്. എന്താണ് ഈ തുല്യത? നമുക്കൊന്നറിയണ്ടേ? എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം, താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം എന്നപേക്ഷിക്കുന്നു. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുന്നതാണ്. ഭൂമിയിൽ ഋതുക്കളും കാലാവസ്ഥാ മാറ്റങ്ങളും കാറ്റും മഴയും ഒന്നുമില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വർഷം മുഴുവൻ ഒരേ കാലാവസ്ഥ, മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ മാത്രമുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ ഋതുക്കളും കാലാവസ്ഥയും മാറി മാറി സംഭവിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. ഈ ഋതുക്കളും ഋതുസംക്രമങ്ങളും എങ്ങനെ സംഭവിക്കുന്നു എന്നതിനൊരു സയൻസ് ഉണ്ട്. നാം എല്ലാം അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് കാരണമാണ് ഋതുക്കൾ ഉണ്ടാകുന്നതെന്ന്. അത് പഠിച്ചപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു എന്നല്ലാതെ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളവർ കുറവായിരിക്കും. ശരിയാണ്, ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട്. ഈ ചെരിവ് എന്ന് പറയുന്നതല്ലാതെ എവിടേക്ക്, എങ്ങനെയാണ് ചെരിവ് എന്നുകൂടി അറിയണ്ടേ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങുന്നത് സൂര്യൻ്റെ മധ്യരേഖയുടെ പ്ലെയിനിൽ കൂടിയാണ്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ മധ്യരേഖ 4 വശത്തേക്കും ഒരു ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി അങ്ങ് സൗരയൂഥത്തോളം പോകുന്ന അതിഭീമൻ ചപ്പാത്തിയാക്കിയാൽ അതിലൂടെയാണ് ഭൂമി അടക്കം എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത്. ഇതാണ് ഭൂമിയുടെ ഓർബിറ്റൽ പ്ലെയിൻ. ഭൂമിയുടെ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളുടെയും. അപ്പോൾ ഭൂമിയുടെ മധ്യരേഖയും ഇതേ പ്ലെയിനിൽ, അതായത് ഓർബിറ്റൽ പ്ലെയിൻ എന്ന ചപ്പാത്തിയിൽ കൂടെ തന്നെ ആയിരിക്കണ്ടേ? എന്നാൽ അങ്ങനെയല്ല. ഭൂമിയുടെ മധ്യരേഖ ഇക്വേറ്റർ ഓർബിറ്റൽ പ്ലെയിനുമായി ഒരു 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് ഭൂമിയെ ഒരു പമ്പരമായി കരുതിയാൽ ആ പമ്പരത്തിന് ഒരു തണ്ടുണ്ടല്ലോ, അതാണ് അച്ചുതണ്ട് അഥവാ ആക്സിസ്. ആ ആക്സിസിൽ ഭൂമി എന്ന പമ്പരം കറങ്ങുന്നത് ഇത്തിരി ചെരിഞ്ഞാണ്. ഈ ചെരിവാണ് നമ്മുടെ കഥാപാത്രം. അതെങ്ങനെ പറയാം? ഇവിടെ ശ്രദ്ധിക്കൂ, നോക്കൂ. ഇത് സൂര്യൻ എവിടെ നിന്നിങ്ങനെ പ്രകാശം ചെരിയുന്നു. വളരെ വലുതാണല്ലോ സൂര്യൻ. ഇത് സൂര്യൻ്റെ മധ്യരേഖ. ഇപ്പോൾ ഇത് സൂര്യനാണെങ്കിൽ ഇത് മധ്യരേഖ. ഈ മധ്യരേഖ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ, ഈ പറഞ്ഞ പോലെ വലിയൊരു ചപ്പാത്തിയായി മാറും. ഈ മധ്യരേഖ ഇതാണ് അതിൻ്റെ ഓർബിറ്റൽ. എല്ലാ ഗ്രഹങ്ങളും ഈ ഒരു പ്ലെയിനിലാണുള്ളത്, ഈ ഓർബിറ്റൽ പ്ലെയിനിൽ. അല്ലാതെ ഒരു ഗ്രഹം ഇവിടെ ആണെങ്കിൽ ഒരു ഗ്രഹം ഇങ്ങനെയും ഒരു ഗ്രഹം ഇങ്ങനെയൊന്നുമല്ല ചുറ്റുന്നത്. ഒരൊറ്റ ഓർബിറ്റൽ പ്ലെയിനിലൂടെയാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത്. ഇത് ഭൂമി, ഇത് സൂര്യൻ, ഇത് ഭൂമി. സ്വാഭാവികമായിട്ട് ഇത് ഭൂമിയുടെ മധ്യരേഖ ആവേണ്ടതാണ്. അതായത് ഈ ഓർബിറ്റൽ പ്ലെയിനും ഭൂമിയുടെ മധ്യരേഖയും ഒരേപോലെ തന്നെ വരേണ്ടതാണ്. പക്ഷേ അതങ്ങനെയല്ല. ഈ ഭൂമിയുടെ മധ്യരേഖ ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ 2 പോൾസ് വരുന്നത്. അതായത് ഭൂമി കറങ്ങുന്നത് ഇങ്ങനെയല്ല, പകരം ഇങ്ങനെയാണ്. അതായത് ഈ മധ്യരേഖയും ഈ ഓർബിറ്റൽ പ്ലെയിനും തമ്മിൽ ഒരു 23.5 ഡിഗ്രിയുടെ ചെരിവുണ്ട്. ഇതാണ് ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ ഉദാഹരണം വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെയാണത്. ഇത് ക്ലിയറായി കാണും എന്ന് കരുതുന്നു. ഇനി ഇതെങ്ങനെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണല്ലോ നമ്മുടെ വിഷയം. ഇത് ഭൂമിയുടെ അച്ചുതണ്ട്, ഇത് ഭൂമിയുടെ മധ്യരേഖ, ഇത് 2 ധ്രുവങ്ങൾ. ക്ലിയറായല്ലോ? ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം വരികയാണ്. സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. നോക്കൂ,
ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഈ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ പതിക്കുന്നത് എവിടെയാണ്? ഈ ഒരു കണ്ടീഷനിൽ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ പതിക്കുന്നത് ഈ മധ്യരേഖയുടെ താഴോട്ട്, അതായത് ഭൂമിയുടെ തെക്ക് ഭാഗത്ത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് ഏറ്റവും അധികം ഈ സൂര്യപ്രകാശം പതിക്കുന്നത്. ഇതുകൊണ്ടൊരു കൊണ്ട് അതെവിടെ ഈ ദക്ഷിണധ്രുവം നിങ്ങൾ നോക്കൂ, ഇതിങ്ങനെ എങ്ങനെയൊക്കെ കറങ്ങിയാൽ, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാം പകലും രാത്രിയും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഇവിടേക്ക് നോക്കൂ, ഇവിടെ എങ്ങനെ കറങ്ങിയാലും, എത്ര പ്രാവശ്യം കറങ്ങിയാലും ഇവിടെ സൂര്യപ്രകാശം വീഴുന്നത് നിൽക്കുകയേയില്ല. എപ്പോഴും 24 മണിക്കൂറും ഈ ധ്രുവപ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ഉണ്ടാകും. ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ കാര്യം. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇത് സംഭവിക്കുന്നത് ഏകദേശം ഒരു നവംബർ, ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി 6 മാസം കഴിഞ്ഞു, ഈ ഭൂമി കറങ്ങി, അതായത് ഇത് സൂര്യൻ, ഇത് ഭൂമി. ഇപ്പം ഭൂമി ഇവിടെ നിൽക്കുമ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഈ ഭൂമി കറങ്ങി ഇവിടെ എത്തുമല്ലോ. ഇവിടെ എത്തുമ്പോഴും അച്ചുതണ്ടിൻ്റെ ചരിവ് അങ്ങനെ തന്നെ ഉണ്ടാകും, മധ്യരേഖയുടെ ചരിവ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോഴിതെങ്ങനെയാണ് കാലാവസ്ഥയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കട്ടെ. മറ്റേ സൈഡ് ഇപ്പോൾ ഭൂമി ഇവിടെയാണ്. ഇതേപോലെ തന്നെയുള്ള അച്ചുതണ്ട്, ഇത് ഭൂമിയുടെ മധ്യരേഖ. സൂര്യപ്രകാശം ഇവിടെ നിന്ന് വരുന്നു. ഇതേപോലെ മുമ്പേ കാണിച്ചത് സൂര്യപ്രകാശം ഭൂമി ഇവിടെയാണ്, ഇപ്പോൾ ഭൂമി ഇവിടെയാണ്. 6 മാസം കഴിയും. ഇവിടെ നോക്കൂ, സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വീഴുന്നത് എവിടെയാണ്? ഈ മധ്യരേഖയുടെ മുകളിലേക്കാണ്, അതായത് വടക്കു ഭാഗത്തേക്കാണ്. ഇവിടെ നോർത്ത് പോളിൽ 24 മണിക്കൂറും പകലായിരിക്കും, സൂര്യപ്രകാശം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് ഈ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് പോകുന്തോറും പകൽ കൂടി വരും. അങ്ങനെ നോർത്ത് പോളിലെത്തുമ്പോൾ അത് പരമാവധിയായിരിക്കും. ഇതേ സമയം ഇവിടെ രാത്രിയായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയായിരിക്കും കൂടുതൽ. ആ രാത്രി ഈ സൗത്ത് പോളിലെത്തുമ്പോൾ അവിടെ 24 മണിക്കൂറും രാത്രിയുമായിരിക്കും. ഇതാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കാരണം ഈ സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ വ്യത്യാസം അനുഭവപ്പെടുന്നത്. ഇത് ഇനിയിപ്പോൾ ഇവിടെ എത്തുമ്പോൾ, ഇതിപ്പോൾ 2 എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ്. ഇവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലും രാത്രിയും ഒരുപോലെ വരും, ഒരേപോലെ തന്നെ പകലും വരും. ഈ പോയിൻ്റുകളാണ് വിഷുവം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മാറി പോകുന്നതിനനുസരിച്ച് ഈ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. സൂര്യപ്രകാശം ഭൂമിയിൽ വീഴുമ്പോഴുണ്ടാകുന്ന ചൂടിൻ്റെ വ്യത്യാസം കൊണ്ടാണല്ലോ ഋതുക്കൾ ഉണ്ടാകുന്നത്. അത് ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലമാണ്. അങ്ങനെ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലം, ആക്സിസിൻ്റെ ചരിവ് മൂലം എങ്ങനെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അച്ചുതണ്ടിൻ്റെ ചരിവ് ഭൂമിയിൽ കൃത്യമായ ഇടവേളകളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി ഈ ചരിവ് കാരണം മറ്റൊരു ചലനം കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് അനുഭവപ്പെടുന്ന അപ്പേരൻ്റ് മൂവ്മെൻ്റാണ്, ശരിക്കുള്ള ചലനമല്ല. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ദിവസവും ചലിക്കുന്നു എന്നത് നമുക്കനുഭവപ്പെടുന്ന അപ്പേരൻ്റ് മൂവ്മെൻ്റാണ്, യഥാർത്ഥമല്ല എന്നതുപോലെ. ഈ ചരിവ് കാരണം സൂര്യന് 6 മാസം കൂടുമ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടേക്കും തിരിച്ചും ഓരോ അപ്പേരൻ്റ് മൂവ്മെൻ്റ് ഉണ്ട്. മകരം മുതൽ മിഥുനം വരെ വടക്കോട്ടേക്കും കർക്കിടകം മുതൽ ധനു വരെ തെക്കോട്ടും. എന്ന് വെച്ചാൽ ജനുവരി പകുതി മുതൽ ജൂലൈ പകുതി വരെ വടക്കോട്ട്, ജൂലൈ പകുതി മുതൽ ജനുവരി പകുതി വരെ തെക്കോട്ട്. ഇത് ശ്രദ്ധിക്കൂ. എന്താണ് ഈ അപ്പേരൻ്റ് മൂവ്മെൻറ്റ്? അപ്പേരൻ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്കനുഭവപ്പെടുന്നത് സത്യമല്ല, നമുക്കനുഭവപ്പെടുന്നതാണ് സൂര്യൻ്റെ ചലനം. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അപ്പേരൻ്റ് മൂവ്മെൻ്റാണത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സൈസും ചന്ദ്രൻ്റെ സൈസും ഒരുപോലെയാണ്. അത് പക്ഷേ സൂര്യനും ചന്ദ്രനും ഒരേ സൈസ് അല്ലല്ലോ, അല്ലേ? പക്ഷേ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പേരൻ്റ് സൈസാണത്. എന്ന് പറയുന്ന പോലെയുള്ള സൂര്യൻ്റെ ഒരു തെക്ക് വടക്ക്
അപ്പേരൻ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് കണ്ടീഷനിലും സൂര്യപ്രകാശം എങ്ങനെയാണ് ഭൂമിയിൽ വീഴുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ എന്താ പറ്റുക? ഈ സൂര്യപ്രകാശത്തിൻ്റെ വീഴ്ച ഇവിടെ തെക്കോട്ട് ഈ കണ്ടീഷനിൽ തെക്ക് കൂടുതലും വടക്ക് കുറവുമാണ്, ഈ കണ്ടീഷനിൽ വടക്ക് കൂടുതലും തെക്ക് കുറവുമാണ്, അല്ലേ? അപ്പം അതായത് ഈ സൂര്യപ്രകാശത്തിൻ്റെ വീഴ്ച തെക്ക് നിന്നും വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഈ രണ്ട് ഭാഗത്തേക്ക് 6 മാസം കൂടിയിരിക്കുമ്പോൾ കൂടുകയും കുറയുകയും ചെയ്യും. അതായത് സൂര്യൻ്റെ കാഴ്ച, സൂര്യപ്രകാശം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ നീങ്ങുന്നത് പോലെ തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും നീങ്ങുന്നത് പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് അനുഭവപ്പെടും, ഒരു അപ്പേരൻ മൂവ്മെൻറ്റ് അനുഭവപ്പെടും. അത് ഈ സൂര്യപ്രകാശം ഭൂമിയിൽ വീഴുന്നതിൽ നിന്നാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അത് സൂര്യൻ്റെ കാഴ്ചയിലും നമുക്കതുണ്ടാകും. ഇതാണ് ഈ സൂര്യൻ്റെ അയനങ്ങൾ, സൂര്യൻ്റെ തെക്ക് വടക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അതാണ്. അപ്പേരൻ്റാണത്, യഥാർത്ഥത്തിലുള്ളതല്ല. ഈ അച്ചുതണ്ടിൻ്റെ ഇനിയിപ്പോൾ ഈ അച്ചുതണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കട്ടെ, എപ്പോഴും ഭൂമിയിൽ ഒരേപോലെ ആയിരിക്കും വീഴുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൂര്യൻ്റെ അയനങ്ങൾ ഉണ്ടാവില്ല, ഈ ചരിവ് മൂലമുള്ള ഈ സൂര്യപ്രകാശത്തിൻ്റെ വീഴ്ചയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഭൂമിയിൽ എല്ലായിടത്തും എപ്പോഴും ഒരേപോലെ ആയിരിക്കും. അതായത് ഇന്ന് വർഷം മുഴുവനും വിഷുവായിരിക്കും. ഈ ഭൂമിയിൽ എല്ലായിടത്തും എപ്പോഴും 365 ദിവസം ഒരേ കാലാവസ്ഥയായിരിക്കും. ഇപ്പോൾ മധ്യരേഖാ പ്രദേശങ്ങളിൽ കൊടുംചൂടാണ്, 365 ദിവസവും അങ്ങനെയാണ്. ഇവിടെ ധ്രുവങ്ങളിൽ തണുപ്പാണ്, 365 ദിവസവും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി ഈ സമയത്ത് വലിയ ചൂടാണ്. ഇത് വർഷം മുഴുവനും ഇങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥ, അതായത് അത് ഈ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരേ ഓർബിറ്റൽ പ്ലെയിനിലാണ് ഈ മധ്യരേഖയെങ്കിൽ സംഭവിക്കുന്നതാണത്. പക്ഷേ ഇത് ചരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ മാറ്റങ്ങളും അയനങ്ങളും എല്ലാം സംഭവിക്കുന്നത്. വ്യക്തമായി കാണും എന്ന് കരുതുന്നു. ഇതാണ് സൂര്യൻ്റെ അയനങ്ങൾ. സൂര്യൻ വടക്കോട്ട് നീങ്ങുമ്പോൾ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ അതായത് ഇന്ത്യയടക്കം മഹാഭൂരിപക്ഷം രാജ്യങ്ങളുമുള്ള ഭാഗത്ത് പകൽ കൂടിക്കൂടി വരും, ചൂടും കൂടിക്കൂടി വരും. അങ്ങനെ മേടമൊന്ന് എത്തുമ്പോൾ പകലും രാത്രിയും തുല്യമായി അനുഭവപ്പെടും. പിന്നെയും സൂര്യൻ്റെ വടക്കോട്ടുള്ള പ്രയാണം തുടരും. അങ്ങനെ കർക്കിടകമാകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ പകലുള്ള അവസ്ഥയിലെത്തും. പിന്നീട് സൂര്യൻ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങും. അതിനനുസരിച്ച് പകൽ കുറഞ്ഞു വന്ന് വൃശ്ചികമാകുമ്പോൾ പകലും രാത്രിയും തുല്യമാകും. വീണ്ടും തെക്കോട്ട് പോകുന്തോറും പകൽ കുറഞ്ഞ് രാത്രി കൂടിക്കൂടി മകരമാകുമ്പോഴേക്കും പരമാവധി രാത്രിയാകും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനത്തെ ഉത്തരായനം എന്നും തെക്കോട്ടുള്ള ചലനത്തെ ദക്ഷിണായനം എന്നും വിളിക്കും. മേഷാദവും പകലേറിടും ത്ലാദവും രാത്രിയേറിടും എന്ന ചൊല്ല് ഇങ്ങനെ വന്നതാണ്. അതായത് വിഷുവം എന്നാൽ തുല്യമായി വീതിക്കൽ എന്ന് വെച്ചാൽ പകലും രാത്രിയും തുല്യമായി വീതിക്കപ്പെടുന്ന ദിവസം. ഇത് വർഷത്തിൽ 2 തവണ മാത്രമേ സംഭവിക്കുകയുള്ളൂ, തുലാവിഷുവും മേടവിഷുവും. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇരുന്ന ചോദ്യങ്ങൾ എനിക്ക് കേൾക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ലല്ലോ. സെപ്റ്റംബർ 23, മാർച്ച് 23 എന്നീ ദിവസങ്ങളിലാണ് പകലും രാത്രിയും തുല്യമായി വരുന്നത് എന്നാണല്ലോ. ശരിയാണ്. ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചെരിഞ്ഞ ഭൂമിയാണ് കറങ്ങുന്നത്. ഇവിടെ ഈ ആക്സിസിന്, ആ അച്ചുതണ്ടിനും ഒരു കറക്കമുണ്ട്. അതിന് വോബ്ലിംഗ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു പമ്പരം കറങ്ങുന്നത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ അച്ചുതണ്ടിന് വട്ടത്തിൽ ഒരു ഉലച്ചിൽ കാണാം. ആ തണ്ടും വട്ടത്തിൽ ചെറുതായി ഒന്ന് കറങ്ങും. ആ കറക്കത്തിനനുസരിച്ച് പമ്പരത്തിൻ്റെ ആ പ്ലെയിനും മാറും. ഭൂമിയുടെ അച്ചുതണ്ടിനും ഇങ്ങനെയൊരു വോബ്ലിംഗ് ഇഫക്റ്റ് ഉണ്ട്. 26,000 വർഷത്തിലൊരിക്കൽ ഇത് പൂർണ്ണവൃത്തം ഒരു പൂർണ്ണവൃത്തം 360 ഡിഗ്രി കംപ്ലീറ്റ് ആക്കും. ഈ വോബ്ലിങ്ങിനനുസരിച്ച് അച്ചുതണ്ടിൻ്റെ ചെരിവിനും വ്യത്യാസം വരും.
അതിനനുസരിച്ച് ഭൂമിയിലെ കാലാവസ്ഥാ മാറ്റത്തിനും ഋതുക്കളുടെ ചലനത്തിനും മാറ്റം വരും. 1600 വർഷം മുമ്പ് നമ്മുടെ കൊല്ലവർഷ കലണ്ടർ ഉണ്ടാക്കുമ്പോൾ മുകളിൽ പറഞ്ഞ വിഷു, അതായത് പകലും രാത്രിയും കൃത്യമായി ഒരുപോലെ വരുന്നത് മേടം 1 തന്നെയായിരുന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഇപ്പറഞ്ഞ വോബ്ലിംഗ് എഫക്റ്റ് കാരണം അച്ചുതണ്ടിൻ്റെ ചരിവിന് വ്യത്യാസം വരികയും പകൽ രാത്രി തുല്യത പുറകോട്ട് പോയി, അതായത് ഒരു 23 ദിവസങ്ങൾ മാറുകയും ചെയ്തു. ശരിയാണ്, ഇപ്പോൾ യഥാർത്ഥ അസ്ട്രോണമിക്കൽ വിഷു എന്നത് മാർച്ച് 23 തന്നെയാണ്. ഇതിന് അയനാംശം എന്നും ഇവിടുത്തെ ജ്യോതിശാസ്ത്രപ്രകാരം പറയും. പക്ഷേ നമ്മളൊക്കെ കാലാകാലങ്ങളായി വിഷു ആഘോഷിക്കുന്നത് മേടം 1 അതങ്ങനെ തുടരുന്നു എന്ന് മാത്രം. വിഷു മാത്രമല്ല, മകരസംക്രമം തുടങ്ങിയ എല്ലാ അസ്ട്രോണമിക്കൽ ഈവൻറ്റുകൾക്കും ഈ മാറ്റം വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണ്ടതാണ് എന്നാണ് ഉത്തരം. ഇനി കറക്റ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നതുകൊണ്ടും വിശ്വാസപരമായ കാര്യങ്ങളെയും ശാസ്ത്രീയ കാര്യങ്ങളെയും വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയും എന്നതുകൊണ്ടും ഇത് കറക്റ്റ് ചെയ്യുക എന്നത് വളരെ വലിയ പ്രയത്നവും സമയവും വേണ്ടതായതുകൊണ്ടും ഒക്കെയാകാം ഇങ്ങനെ തന്നെ തുടരുന്നത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.